നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുണ്ടറ പള്ളിമുക്കിലെ ലോട്ടറി കടയിൽ നിന്നും 2.25 ലക്ഷം രൂപ അപഹരിച്ചു. യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി തഴവ സ്വദേശി മുനീറാണ് പിടിയിലായത്. എയിംസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BJP അല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. BJP ഒന്നിന്റെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ല. BJP കൗൺസിലർ അനിൽ തിരുമലയുടെ ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്നും വി മുരളീധരൻ. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം. തെക്കൻ കേരളത്തിൽ പരക്കെ മഴ. വെള്ളിയാഴ്ചയും മഴ ശക്തമാകും. മത്സ്യബന്ധനത്തിനും വിലക്ക്. MSC എൽസ 3 കപ്പൽ അപകടം. പരിസ്ഥിതി നാശത്തിന് 1200.62 കോടിയുടെ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീമിന്റേതാണ് ഉത്തരവ്. വിശദമായ വാർത്തകളിലേക്ക്. കുണ്ടറ പള്ളിമുക്കിലെ ലോട്ടറി കടയിൽ നിന്നും 2.25 ലക്ഷം രൂപ അപഹരിച്ച പ്രതി പിടിയിൽ. കരുനാഗപ്പള്ളി തഴവ സ്വദേശി മുനീറാണ് പിടിയിലായത്. പള്ളിമൺ സ്വദേശിയായ ജ്യോതിഷിന്റെ ഉടമസ്ഥതയിലുള്ള നാഗലക്ഷ്മി ലോട്ടറി ഏജൻസിയിൽ നിന്നുമാണ് പണം അപഹരിച്ചത്. കുണ്ടറ പള്ളിമുക്കിലെ ലോട്ടറി കടയിൽ നിന്നും 2.25 ലക്ഷം രൂപ അപഹരിച്ച പ്രതിയാണ് പിടിയിലായത്. കരുനാഗപ്പള്ളി തഴവ വരമ്പേൽ വടക്കതിൽ മുനീറാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. പള്ളിമൺ സ്വദേശിയായ ജ്യോതിഷിന്റെ ഉടമസ്ഥതയിലുള്ള നാഗലക്ഷ്മി ലോട്ടറി ഏജൻസിയിൽ നിന്നുമാണ് പണം അപഹരിച്ചത്. ഓഗസ്റ്റ് 11-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മുനീർ ജ്യോതിഷിന്റെ ലോട്ടറി സ്ഥാപനത്തിലെ തൊഴിലാളിയായിരുന്നു. 2 ദിവസം ജ്യോതിഷിന് കടയിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. 2 ദിവസത്തെ ലോട്ടറി വിറ്റ തുകയും സമ്മാനമടിച്ച 1.25 ലക്ഷം രൂപയും ചേർത്ത് 2.25 ലക്ഷം രൂപ അപഹരിച്ചാണ് മുനീർ സ്ഥലം വിട്ടത്. ഇയാൾ ഹൈദരാബാദ്, പൂനെ എന്നിവിടങ്ങളിലുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അവിടെ നിന്നും ജോലി അന്വേഷിച്ച് കാസർഗോഡെത്തി. പോലീസ് നിരീക്ഷണത്തിലായിരുന്ന മുനീർ കഴിഞ്ഞ ദിവസം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് പിടിയിലാകുന്നത്. ഇയാൾ മുൻപും സമാനമായ രീതിയിൽ പണം അപഹരിച്ചിട്ടുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു വിവരങ്ങൾ ലഭ്യമാകൂ. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കിടപ്പ് രോഗിയായ വയോധികയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. ഏലാതിമംഗലം സ്വദേശി തുളസീധരനാണ് പിടിയിലായത്. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു വയോധിക. കിടപ്പ് രോഗിയായ വയോധികയെ പീഡിപ്പിച്ച പ്രതി പുനലൂർ പോലീസിന്റെ പിടിയിൽ. ഏലാതിമംഗലം ഈട്ടിവിളയിൽ 52 വയസ്സുള്ള തുളസീധരനാണ് 65 വയസ്സുള്ള വയോധികയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായത്. വാഹനാപകടത്തെ തുടർന്ന് കിടപ്പിലായിരുന്ന വൃദ്ധയെ വീട്ടിലെത്തിയ പ്രതി ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചു വന്ന വൃദ്ധയുടെ വീടിന്റെ പൂട്ട് തകർത്താണ് പ്രതി ഉള്ളിൽ കടന്നത്. എതിർക്കാൻ ശ്രമിച്ച വൃദ്ധയെ കത്രിക കൊണ്ട് മുഖത്ത് മുറിവേൽപ്പിച്ചും മുളകുപൊടി വിതറിയും പ്രതി സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു. പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ കൂടി കഴിയാത്ത വൃദ്ധയെ പഞ്ചായത്ത് പാലിയേറ്റീവ് അംഗങ്ങളെത്തിയായിരുന്നു ശുശ്രൂഷ. പുനലൂർ SHO രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പുനലൂർ SI അനീഷ്, ASI അനിൽകുമാർ, CPOമാരായ മനീഷ്, രാജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലത്ത് യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പിടിയിൽ. ശൂരനാട് സ്വദേശികളായ 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇരവിപുരം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ സ്വദേശി ആരോമിലിനെയാണ് കഴിഞ്ഞ രാത്രി കൊല്ലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. ശൂരനാട് സ്വദേശികളായ 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇരവിപുരം പോലീസ് നടത്തിയ തിരച്ചിലിലാണ് അക്രമികളെ പിടികൂടി യുവാവിനെ മോചിപ്പിച്ചത്. തൃശൂർ സ്വദേശി ആരോമലിനെയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സ്വകാര്യ ആശുപത്രി പരിസരത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമായി യുവാക്കൾ മൊഴി നൽകിയത്. വൻ തുക തങ്ങളിൽ നിന്നും ആരോമൽ വാങ്ങിയിട്ടുണ്ടെന്നും തിരികെ തരാൻ വിസമ്മതിച്ചെന്നും പോലീസിൽ പരാതി നൽകിയെങ്കിലും ആരോമൽ ഹാജരായില്ലെന്നും യുവാക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുള്ള 5 പേരെ കൂടി കിട്ടാനുണ്ടെന്ന് ഇരവിപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPIM തേവലക്കര നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കേരള സർവകലാശാല മുൻ സെനറ്റ് അംഗവുമായിരുന്ന വി അനിൽ BJPയിൽ ചേർന്നു. കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന പരിപാടിയിൽ
മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനിലിന് അംഗത്വം നൽകി. മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളിച്ചേട്ടൻ അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള സ്വാഗതം അരളിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും ഉള്ള ഒരു തുടക്കം ദേവലക്കരയിൽ വരും ദിവസങ്ങളിൽ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും. ഒട്ടനവധി ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുവാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ നേരിൽ കണ്ടുകൊണ്ട് വലിയൊരു പരിപാടിയിലൂടെ ഈ ദേവലക്കരയിൽ പന്മന മണ്ഡലത്തിൽ ഒരു വിപ്ലവാത്മകമായ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. CPM തേവലക്കര നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അനിലാണ് BJPയിൽ ചേർന്നത്. കേരള സർവകലാശാല മുൻ സെനറ്റ് അംഗം, വ്യാപാരി വ്യവസായി സമിതി മുൻ ജില്ലാ പ്രസിഡന്റ്, ചവറ റൂറൽ വ്യാപാരി വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റ്, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ചേന്നങ്കര പ്രസിഡന്റ് എന്നീ നിലകളിൽ വി അനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് കൊല്ലം പ്രസ് ക്ലബിൽ നടത്തിയ ചടങ്ങിലാണ് വി അനിൽ BJPയിൽ ചേർന്നത്. മുൻ കേന്ദ്രമന്ത്രിയും BJP മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വി മുരളീധരൻ വി അനിലിന് അംഗത്വം നൽകി. ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട്, BJPയുടെ നിലപാട് ശരിയാണെന്ന് അംഗീകരിക്കുകയും ഇന്ത്യയെ തത്വത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒത്തുചേർന്ന് പോവുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏത് പൗരൻ്റെയും കടമ. വിശേഷിച്ച് ഏറ്റവും കൂടുതൽ ബൗദ്ധികമായ കഴിവുണ്ട് എന്ന് നമ്മൾ തന്നെ പറയുന്ന മലയാളി അതിന് മാതൃകയായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മാതൃകയായിട്ട് ഞാൻ മാറി. ഇന്നു മുതൽ ഞാൻ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളും, ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് വേണ്ടി നിലകൊള്ളുക, അവരെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടി നിലകൊള്ളുക. ഈ രാജ്യത്തിൻ്റെ അഭിമാനം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് പിന്തുണ നൽകി അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. ശാസ്താംകോട്ട ഭരണിക്കാവ് ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തണമെന്നാവശ്യപ്പെട്ട് CPI പ്രവർത്തകർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ശാസ്താംകോട്ട കിഴക്ക് പടിഞ്ഞാറ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിട്ടത്. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് CPI നേതാക്കൾ പറഞ്ഞു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനമനുസരിച്ച് ഭരണിക്കാവ് ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് CPI ശാസ്താംകോട്ട കിഴക്ക് പടിഞ്ഞാറ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിട്ടത്. കടപുഴ റോഡിലാണ് ബസ്സുകൾ തടഞ്ഞിട്ടത്. ഉപരോധം 1 മണിക്കൂറോളം തുടർന്നു. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ് പറഞ്ഞു. ഭരണിക്കാവിൽ നിന്നും പോകുന്നതും വരുന്നതുമായിട്ടുള്ള ബസ്സുകളെല്ലാം തന്നെ പഴയതുപോലെ എല്ലാ റോഡുകളിലെയും ബസ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി ആളിനെ ഇറക്കി ആളിനെ കയറ്റി പോകണമെന്നാണ്. എന്നാൽ എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡുകളിൽ പ്രവേശിക്കുന്നുവെങ്കിലും സ്റ്റോപ്പുകളിൽ നിൽക്കുന്ന ആളുകളെ എടുക്കുകയോ സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ട ആളുകളെ ഇറക്കുകയോ ചെയ്യുന്നില്ല. ഇതിന്മേൽ CPI ഇന്നു മുതൽ ഒരു പുതിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ ബസ്സുകളും എല്ലാ ബസ് സ്റ്റോപ്പുകളിലും നിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ജില്ലാ കമ്മിറ്റി അംഗം R അജയകുമാർ, ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റി അംഗം P രാധാകൃഷ്ണൻ, ബാലചന്ദ്രൻ പിള്ള, ഗോപാലകൃഷ്ണൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ബസ് സ്റ്റാൻഡ് മതിയെന്ന തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഹൈക്കോടതി തീരുമാനം വരെ സ്വകാര്യ ബസ്സുകൾ ജംഗ്ഷൻ ബഹിഷ്കരിക്കും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂരിൽ റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ ജീർണിച്ച മൃതദേഹം പുരുഷന്റേതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടതുകാലിന് അംഗവൈകല്യമുള്ള മധ്യവയസ്കനാണെന്നും കൊലപാതകമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാരിയേലിൽ ആഴത്തിലുള്ള കുത്തേറ്റിട്ടുണ്ട്. തലയ്ക്കും മുറിവേറ്റിട്ടുണ്ട്. വാരിയേലിനും തലയ്ക്കുമേറ്റ മുറിവാണ് മരണകാരണം. പിച്ചാത്തി ഉപയോഗിച്ചാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത്. മൃതദേഹത്തിന് 5 ദിവസം പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മരിച്ചയാളിനെ തിരിച്ചറിയുന്നതിനായി അടുത്ത കാലത്ത് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാൻ മിസ്സിംഗ് കേസുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പുനലൂർ പോലീസിൽ അടുത്തിടെ ഇത്തരത്തിലുള്ള മാൻ മിസ്സിംഗ് കേസുകളില്ല. ഇത് സംബന്ധിച്ച് മറ്റു സ്റ്റേഷനുകളിലും അറിയിപ്പ് നൽകി മൃതദേഹത്തിന്റെ കഴുത്തിൽ നിന്നും കണ്ടെടുത്ത സ്വർണ്ണമാലയിൽ ഇത് വാങ്ങിയ കടയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നു. മൃതദേഹം ആദ്യം കണ്ട തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ പരിസരത്തുള്ള ചിലരിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. പരിശോധനയ്ക്കെത്തിയ പോലീസ് നായ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും മണം പിടിച്ച് വന്മള ഭാഗത്ത് വരെ എത്തി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കാട് മൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടം മുഴുവൻ അന്വേഷണ സംഘം പരിശോധിച്ചു. പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ചങ്ങലയിലെ പൂട്ടിന്റെ താക്കോൽ കണ്ടെത്താൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തി. സമീപത്ത് പരിശോധന നടത്തിയെങ്കിലും താക്കോൽ ലഭിച്ചിട്ടില്ല.
അതേസമയം മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മറ്റെവിടെയോ നിന്നും മുക്കടവിലെ തോട്ടത്തിലെത്തിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചങ്ങലയിൽ ബന്ധിപ്പിച്ച് കൊല ചെയ്തതാണോ അതല്ല കൊന്ന ശേഷം ചങ്ങലയിൽ ബന്ധിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലേ ഇത്തരമൊരു കൊലപാതകം നടത്താൻ കഴിയുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജലാശയങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടയിൽ അന്യം നിന്നുപോയ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ പുനരുൽപ്പാദിപ്പിച്ച് അതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ ധാരാളമായി ഉൽപ്പാദിപ്പിച്ച് അത് ശാസ്താംകോട്ട തടാകത്തിൽ നിക്ഷേപിക്കുന്ന പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്ത് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കായലിലെ കരിമീൻ എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വളരെ രുചിയുള്ള ഒരു മത്സ്യമാണ്, വലിയ പ്രിയമുള്ള ഒരു മത്സ്യമാണ്. അപ്പോൾ ആ കരിമീൻ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടുത്തെ വള്ളം പ്രവർത്തിപ്പിക്കുന്ന തൊഴിലാളികളും മറ്റുള്ളവരും എല്ലാം പറയാറുള്ളത് ഈ മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ മത്സ്യങ്ങളെ ശാസ്താംകോട്ട കായലിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. വരാൽ, കരിമീൻ, കൈതക്കോര എന്നിവയുടെ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പഞ്ചായത്ത് അംഗം രജനി അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ പോൾ രാജൻ, ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം പൂർത്തിയാക്കിയത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി എം ബി രാജേഷ് കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് 50 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന ജീർണിച്ച കെട്ടിടം പൊളിച്ചുമാറ്റി 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം പൂർത്തിയാക്കിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് മന്ത്രി എം ബി രാജേഷ് കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. ഒന്നൊന്നായി അതിന്റെ പരിപാടികൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എല്ലാ മേഖലയിലും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. സേവന മേഖലയിലെ ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാലിയേറ്റീവ് രംഗത്ത് പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ നടത്താം. മരുന്നിന് ഷോർട്ടേജ് ഇല്ല, മരുന്ന് കൃത്യമായി കൊടുക്കുന്ന ഒരു സംവിധാനം, അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളുടെ പഞ്ചായത്തുള്ളത്. ഞങ്ങളെ ഇത് ഉത്സവ പ്രതീതിയോടുകൂടിയാണ് ഈ പരിപാടി 26-ാം തീയതി നടക്കുന്നത്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് വരുന്നത്. ഈ വാർത്താ ചാനലുകാരുടെ എല്ലാം നിസ്വാർത്ഥമായ സേവനത്തിനകത്ത് നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി പഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തും. വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ നിർവഹിക്കും. പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി വരുന്നതായും ഉടൻ നാടിന് സമർപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു. പഞ്ചായത്തിലെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയാക്കി. ബാക്കിയുള്ളവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മൃഗാശുപത്രിയുടെ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം, വൈസ് പ്രസിഡന്റ് എ നാസർ, മെഡിക്കൽ ഓഫീസർ എസ് ലൈജു, അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത എന്നിവർ അറിയിച്ചു. 50 വർഷം പഴക്കമുള്ള ജീർണിച്ച ഒരു കെട്ടിടമായിരുന്നു. അത് നമ്മൾ ഹെൽത്ത് ഗ്രാൻഡ് 55 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് 2 നിലകളിലായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുകയും കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മിനിസ്റ്റർ ശ്രീ എം ബി രാജേഷ് അവർ 26-ാം തീയതി 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ CR മഹേഷ് അവർ അധ്യക്ഷത വഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി ഏകദേശം 55ഓളം വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മത്സ്യഫെഡ് ചെയർമാൻ ശ്രീ മനോഹരൻ അവരാണ് വിതരണോദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡോക്ടർ പി.കെ. ഗോപൻ അവർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീതാകുമാരി തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ ആരോഗ്യ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തുകൊണ്ടാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നെടുവത്തൂരിൽ ഫുട്ബോൾ മൈതാനം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര ശ്രീധരൻ നായർ ഭരത് മുരളി ഫിലിം കോംപ്ലക്സ് നെടുവത്തൂരിൽ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത വർഷം കേരളോത്സവത്തോടനുബന്ധിച്ച ഫുട്ബോൾ മത്സരം നടത്തി നെടുവത്തൂരിലെ ഫുട്ബോൾ മൈതാനം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാത്തരം കായിക വിനോദങ്ങൾക്കും അനുയോജ്യമായ മൈതാനമാണ് ഒരുക്കുക. എല്ലാ പഞ്ചായത്തുകളിലും പൊതു ഇടങ്ങൾ സജ്ജമാക്കും. കൊട്ടാരക്കര ശ്രീധരൻ നായർ ഭരത് മുരളി ഫിലിം കോംപ്ലക്സ് നെടുവത്തൂരിൽ നിർമ്മിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 10,000 ചതുരശ്ര അടിയിലൊരുങ്ങുന്ന വർക്ക് നിയർ ഹോം IT കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഒക്ടോബർ മാസത്തോടുകൂടി ആരംഭിക്കും. പൂങ്ങുംപാറയിൽ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. സ്പോർട്സിന്റെ ഇവന്റുകളിൽ സാധാരണ അധികം പ്രസംഗിക്കാൻ പാടില്ല. തുടങ്ങുമ്പോഴും അതെ, സമാപനം അങ്ങനെയാണ്. ചെറിയ അങ്ങനെ ഓൺ എന്ന് പറയുന്നത്. സമാപനത്തിന് വലിയ പ്രസംഗത്തിന് കാര്യമില്ല, അധികം പ്രസംഗത്തിന്റെ കാര്യമില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം കേരളോത്സവം നടത്താൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ഗ്രൗണ്ടിലായിരിക്കും. അത് അടുത്ത പ്രാവശ്യം കേരളോത്സവം സംഘടിപ്പിക്കുന്നതിൽ നമുക്കൊരു 1-2 ആഴ്ചക്കകം അവിടെ ഒരു ഫുട്ബോൾ മത്സരത്തോടു കൂടി എന്നാണ് ഞാൻ പറഞ്ഞത്. ഫുട്ബോൾ മത്സരമായിരിക്കും നല്ലത്. ഫുട്ബോൾ മത്സരത്തോടു കൂടി ആ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നമുക്ക് നടത്തണം. നല്ല സൗകര്യമുള്ള ഗ്രൗണ്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. മറ്റിനങ്ങളും ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഞാൻ MLA ആയപ്പോൾ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഓരോ ഗ്രൗണ്ടുകൾ വേണം എന്നൊരു കാര്യമെടുത്ത്. കാരണം അത് നമുക്കൊരു അതോടുകൂടി വരുമ്പോഴത്തേക്ക് അതൊരു 2-3 ദിവസം അതൊരു ആക്റ്റീവ് സെന്റർ ആവും. നമുക്ക് ആ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം 2 ആഴ്ചക്കകം നടത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. എല്ലാവരും അധികം താമസിയാതെ നമുക്ക് നടത്താം. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ജ്യോതി അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. അഭിലാഷ്, നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് V. സുമലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. BJP ഒന്നിന്റെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ അനിൽ തിരുമലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് കൊല്ലത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിൽ അന്വേഷണം അനിവാര്യമാണ്. എയിംസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BJP അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ അനിൽ തിരുമലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPM എങ്ങനെ പറയാ? CPM നടത്തുന്നത് പോലെയുള്ള തട്ടിപ്പ് ഞങ്ങൾ നടത്തുന്നില്ല. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി സഹകരണ തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് കരുവന്നൂരിൽ. BJP അങ്ങനെ എവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പല പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും. ആ വിഷയത്തിൽ ആ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ആ കാര്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അത് നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളുകളാണ്. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തേണ്ടത് BJPയുടെ ആവശ്യവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങളുടെ ആവശ്യമാണ്. CPM-ന്റെ അല്ല ആവശ്യം ഞങ്ങളാണ് ഉന്നയിക്കുന്നത്. CPM-ന്റെ ഒരു കൗൺസിലറുടെ കൈക്കൂലി കേസ് ഒതുക്കി തീർക്കാനും അത് ജനശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടാനും വേണ്ടി CPM നടത്തിയിട്ടുള്ള പരിശ്രമം, പോലീസിനെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അനിലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, ആ ശ്രമമാണ് അവസാനം മരണത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. കേരളത്തിലെ മറ്റ് നിരവധി സഹകരണ സംഘങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇതിനേക്കാൾ ഭീമമായിട്ടുള്ള ഇവിടെ തട്ടിപ്പ് നടന്നിട്ടില്ല. ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങൾ, ആ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ പോലീസ് അവിടുത്തെ പ്രസിഡന്റുമാരെ വിളിച്ചു വരുത്തിയിട്ടില്ല. ഇവിടെ മാത്രം പെട്ടെന്ന് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് എന്തിന്? ആരുടെ താല്പര്യപ്രകാരമാണ്? അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം. എയിംസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BJP അല്ലെന്നും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP അല്ലല്ല തീരുമാനം എടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണം എന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. BJP സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് വേണമെന്ന് പറയും. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ കൊല്ലത്ത് വേണം എന്നല്ലാതെ നിങ്ങൾ എന്തൊക്കെ പറയും? ഇതേപോലെയുള്ള സ്വാഭാവികമല്ലേ. ശബരിമലയിലെ പുതിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട NSSന്റെ നിലപാട് മാറ്റം അവർ തന്നെയാണ് പരസ്യമായി വ്യക്തമാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാര്യത്തിൽ കേരള സർക്കാർ ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ
യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്തിട്ടില്ല. ഇപ്പോഴും സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പുതിയ സത്യവാങ്മൂലം നൽകുമോ? പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. കേരള ഗവൺമെന്റും കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകളും അവരുടെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ? ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതേ തുടർന്ന് തെക്കൻ കേരളത്തിൽ പരക്കെ മഴ. വെള്ളിയാഴ്ചയും വ്യാപക മഴയ്ക്ക് സാധ്യത. ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലും മഴ മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതോടൊപ്പം പസഫിക് സമുദ്രത്തിൽ ചുഴലിക്കാറ്റുകൾ നിലനിൽക്കുന്നതും സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമാവുകയാണ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ തെക്കൻ കേരളത്തിൽ വ്യാപകമായി മഴ പെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം മധ്യ കേരളത്തിലും ശനിയാഴ്ച വടക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തമാവുക. ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് 27-ാം തീയതി ഒറീസ തീരത്തേക്കെത്തും. ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതനുസരിച്ചായിരിക്കും വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി വർദ്ധിക്കുക. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. 3 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, കൊല്ലം. തിരുവോണ ദിവസം ചവറയിലെ വീട്ടിൽ കയറി ആക്രമിച്ച ലഹരി സംഘത്തിലെ പ്രധാന പ്രതിയെ ഉൾപ്പെടെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് രക്ഷാവേദി പ്രതിഷേധ യോഗം നടത്തി. കരുനാഗപ്പള്ളി ACP ഓഫീസിന് മുന്നിലായിരുന്നു സമരം. കേസിൽ അനാസ്ഥ കാണിച്ച ചവറ SHOയെ സസ്പെൻഡ് ചെയ്യണമെന്നും ദളിത് രക്ഷാവേദി ആവശ്യപ്പെട്ടു. ചവറ ശങ്കരമംഗലത്ത് ആദിവാസി കുടുംബത്തിലെ 4 പെൺകുട്ടികളെ ഉൾപ്പെടെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും കേസിൽ അനാസ്ഥ കാണിച്ച ചവറ SHOയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ദളിത് രക്ഷാവേദിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ACP ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ യോഗം. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്ന സാമൂഹ്യബോധം മാറണമെന്ന് CR നീലകണ്ഠൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട്, നിയമത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്, ഞങ്ങൾക്കതറിയാം. പക്ഷേ ഒരു വിഭാഗം ഈ സമൂഹത്തിലെ എല്ലാ അനീതികളെയും നിയമലംഘനങ്ങളെയും തുണയ്ക്കുന്നവരായി കേരളത്തിലുണ്ട്. അവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. പരമാവധി വന്നാൽ ഒരു സസ്പെൻഷൻ. 6 മാസം ശമ്പളം വാങ്ങി വീട്ടിലിരുന്ന് തിരിച്ച് നമ്മളറിയാതെ സർവീസിലേക്ക് കയറും. നമ്മുടെ ഭരണഘടനയൊക്കെ വളരെ ഗംഭീരമാണ് വാക്കുകളിൽ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി നടപ്പാവാതെ കേവലം നിയമം കൊണ്ടും ഭരണഘടന കൊണ്ടും മാത്രം നമുക്ക് നീതി ഉറപ്പാക്കാൻ കഴിയില്ല എല്ലാവർക്കും. ദിനകർ കോട്ടക്കുഴി അധ്യക്ഷത വഹിച്ചു. ദളിത് ആദിവാസി ആക്ടിവിസ്റ്റ് VM മാർസൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രകാശ് വടക്കന്തല, ഷേണായി, സുരേഷ് ചവറ, പ്രസന്നൻ കൊല്ലക, രാജു കൊല്ലക, രവി കരുവാഴം, മണക്കാല സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. MSC എൽസ3 കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പരിസ്ഥിതി നാശത്തിന് 1200.62 കോടിയുടെ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവ്. 9531 കോടി രൂപയുടെ ഉയർന്ന നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നായിരുന്നു സർക്കാർ വാദം. MSC എൽസ3 കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പരിസ്ഥിതി നാശത്തിന് 1200.62 കോടിയുടെ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവ്. മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണ ചോരുകയും കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളടക്കം സമുദ്രത്തിൽ കലരുകയും ചെയ്തതുമൂലം പരിസ്ഥിതി, സാമ്പത്തിക മേഖലകളിലുണ്ടായ നഷ്ടം കണക്കിലെടുത്താണ് ഉത്തരവ്. 9531 കോടി രൂപയുടെ ഉയർന്ന നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ സർക്കാർ ആവശ്യപ്പെടുന്ന തുക യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്ന വാദമാണ് കപ്പൽ കമ്പനി ഉന്നയിച്ചത്. അപകടം നടന്നിട്ടുള്ളത് സംസ്ഥാന സമുദ്രാതിർത്തിയിൽ നിന്ന് 14.5 നോട്ടിക്കൽ മൈൽ അകലെയായതിനാൽ കേരള സർക്കാരിന് അഡ്മിറാലിറ്റി സ്യൂട്ട് നൽകാൻ അധികാരമില്ലെന്നും അവർ വാദിച്ചിരുന്നു. സർക്കാർ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തതിനെ തുടർന്ന് വിഴിഞ്ഞത്തെത്തിയ കപ്പൽ അറസ്റ്റ് ചെയ്യാനും ഉത്തരവിട്ടിരുന്നു. മെയ് 24
4-നാണ് കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ ചരക്ക് കപ്പലായ MSC എൽസ 3 കപ്പൽ മുങ്ങി അപകടമുണ്ടാകുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ചെരുവ് നിവർത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും പൂർണ്ണമായും മുങ്ങുകയായിരുന്നു. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകളും വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും സമുദ്ര പരിസ്ഥിതിയിൽ പ്രത്യാഘാതം സൃഷ്ടിച്ചിരുന്നു. 184 മീറ്റർ നീളവും 26 മീറ്റർ വീതിയുമാണ് കപ്പലിനുള്ളത്. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. 28ാം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഓച്ചിറ. കരസമിതികളുടെയും യുവജന സമിതികളുടെയും നേതൃത്വത്തിൽ നന്ദികേശ രൂപങ്ങളുടെ നിർമ്മാണം വിവിധയിടങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഓണാട്ടുകരയുടെ ഓണമായി മാറുന്ന ആഘോഷമാണ് 28ാം ഓണം. ഓണാട്ടുകര ആകമാനം ഒരുങ്ങുകയാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28ാം ഓണ ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങളാണ് എവിടെയും. കന്നിമാസത്തിലെ തിരുവോണം നാളാണ് 28ാം ഓണമായി ആഘോഷിക്കുന്നത്. ഓണാട്ടുകരയുടെ മറ്റൊരു ഓണമായാണ് 28ാം ഓണത്തെ കാണുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 52 കരകൾ ഉത്സവ പ്രതീതിയിലാണ്. വിവിധ കരസമിതികളുടെയും യുവജന സമിതികളുടെയും നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ കെട്ടുകാഴ്ചകളായ നന്ദികേശ രൂപങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഓണാട്ടുകരയുടെ തനത് കാർഷിക സമൃദ്ധിയുടെ ഉത്സവമാണ് 28ാം ഓണം. 70 അടിയിലേറെ പൊക്കമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ നന്ദികേശ രൂപങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 28ാം ഓണ ആഘോഷവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭരണസമിതിയുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഏകോപിച്ചുള്ള പ്രവർത്തനമാകും ഓച്ചിറ പടനിലത്തുണ്ടാവുക. ഒക്ടോബർ 3-നാണ് 28ാം ഓണ മഹോത്സവം. ഒക്ടോബർ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നന്ദികേശ രൂപങ്ങൾക്ക് മുന്നിൽ നിറവറ അർപ്പിക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടക്കും. നിലവിൽ വിവിധങ്ങളായ പരിപാടികൾ കെട്ടുകാഴ്ചകൾ ഒരുക്കുന്നയിടങ്ങളിൽ നടന്നു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. നവരാത്രി ശബരിമല മണ്ഡലകാലത്തെ തിരക്ക് കുറയ്ക്കുന്നതിനായി ഹൂബ്ലി കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ 14 സർവീസുകൾ നടത്തും. ട്രെയിനിന് കരുനാഗപ്പള്ളിയിലും കായംകുളത്തും മാവേലിക്കരയിലും സ്റ്റോപ്പ് അനുവദിച്ചു. ട്രെയിനുകൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് സർവീസ് നടത്തുക. ഞായറാഴ്ച വൈകിട്ട് 3:15 ഹൂബ്ലിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 11:28 കായംകുളത്തും 11:45 കരുനാഗപ്പള്ളിയിലും 12:55 കൊല്ലത്തുമെത്തും. നവരാത്രി ശബരിമല മണ്ഡലകാലത്തെ തിരക്ക് കുറയ്ക്കുന്നതിനായാണ് ഹൂബ്ലി കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. 14 സർവീസുകളാണ് ട്രെയിൻ നടത്തുക. ട്രെയിനിന് കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. 0713, 0714 ട്രെയിനുകൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് സർവീസ് നടത്തുക. ഞായറാഴ്ച വൈകിട്ട് 3:15 ഹൂബ്ലിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 11:28 കായംകുളത്തും 11:45 കരുനാഗപ്പള്ളിയിലും 12:55 കൊല്ലത്തുമെത്തും. തിരിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 5 കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന ട്രെയിൻ 5:28 കരുനാഗപ്പള്ളിയിലും 5:45 കായംകുളത്തും നിർത്തും. സെപ്റ്റംബർ 28 മുതൽ ഡിസംബർ 29 വരെയാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുക. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടറ പള്ളിമുക്കിലെ ലോട്ടറി കടയിൽ നിന്നും 2.25 ലക്ഷം രൂപ അപഹരിച്ചു. യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി തഴവ സ്വദേശി മുനീറാണ് പിടിയിലായത്. എയിംസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BJP അല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. BJP ഒന്നിന്റെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ല. BJP കൗൺസിലർ അനിൽ തിരുമലയുടെ ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്നും വി മുരളീധരൻ. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം. തെക്കൻ കേരളത്തിൽ പരക്കെ മഴ. വെള്ളിയാഴ്ചയും മഴ ശക്തമാകും. മത്സ്യബന്ധനത്തിനും വിലക്ക്. MSC എൽസ 3 കപ്പൽ അപകടം. പരിസ്ഥിതി നാശത്തിന് 1200.62 കോടിയുടെ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീമിന്റേതാണ് ഉത്തരവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.